ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഷൈനി. ഞാൻ ഇന്ന് പറയാൻ പോകുന്ന ഒരു ഫോട്ടോ മാനിഫെസ്റ്റേഷൻ ടെക്നിക്കാണ്. ഒരു ഫോട്ടോ വെച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയെ, അതായത് നിങ്ങൾ തമ്മിൽ സെപ്പറേഷനോ അകൽച്ചയോ അല്ലെങ്കിൽ ഒരു ബ്രേക്കപ്പോ ഒക്കെ ആയ ഒരു വ്യക്തിയെ തിരിച്ച് നമുക്ക് റീയൂണിയൻ കൊണ്ടുവരാൻ പറ്റും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റും. തീർച്ചയായിട്ടും നമുക്ക് കൊണ്ടുവരാവുന്നതാണ്. അപ്പോൾ ഇത് നമുക്ക് ഒരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്കായിട്ടും ചെയ്യാം. നമ്മുടെ മൈൻഡിന്റെ റിലാക്സേഷന് വേണ്ടിയും ഇത് വർക്കാവുന്നതാണ്. ഇത് ആർക്ക് വേണ്ടി വേണമെങ്കിലും ചെയ്യാം. ഫ്രണ്ട്സ്, പാരന്റ്സ്, ലവ് റിലേഷൻഷിപ്പ് ആർക്ക് വേണ്ടി വേണമെങ്കിലും നമുക്ക് ഈ ടെക്നിക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഈ ടെക്നിക്ക് എന്ന് പറയുന്നത് ഒരു കല്ലിൽ രണ്ട് മാങ്ങ, അങ്ങനെ ഒരു ടെക്നിക്കാണ്. ഇത് വളരെ പവർഫുൾ ആയിട്ടുള്ള, ധാരാളം പേർക്ക് വർക്കായിട്ടുള്ള ഒരു ടെക്നിക്കാണ്. ഞാനും ഈ ടെക്നിക്ക് യൂസ് ചെയ്ത് എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ മൈൻഡ് എപ്പോഴും ഒരുപോലെ ഇരിക്കില്ല. ചില സമയത്ത് വളരെ ഹാപ്പി ആയിട്ടിരിക്കും, ചില സമയത്ത് വളരെ ഡൗട്ട്ഫുൾ ആയിട്ടും കൺഫ്യൂഷൻ ആയിട്ടിരിക്കും, ചില സമയത്ത് എത്ര ശ്രമിച്ചാലും വേണ്ടാന്ന് വെച്ചാലും കഴിഞ്ഞുപോയ സങ്കടങ്ങളെയും പ്രശ്നങ്ങളെയും കുറിച്ച് വറി ചെയ്തുകൊണ്ടേയിരിക്കും. ഇങ്ങനെ കൂടുതലും വറി ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്തായിരിക്കും. ഇപ്പോൾ ഇങ്ങനെ തിങ്കിങ് വരുന്നത് നമ്മൾ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും. ചിലപ്പോൾ നമ്മൾ വീട്ടിൽ കുക്കിംഗ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും നമ്മൾ ഒരു സൈഡിലൂടെ കുക്ക് ചെയ്യും, നമ്മുടെ മൈൻഡ് വേറെ എവിടെയായിരിക്കും. എന്തിന് നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ കൂടെ നമ്മളിങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കും, നമ്മുടെ മൈൻഡ് എവിടെയോ പോയിക്കൊണ്ടിരിക്കും. ഇത് മാക്സിമം പേരും ചെയ്യുന്ന കാര്യമാണ്. ബോഡി ഓട്ടോമാറ്റിക്കലി ചെയ്തുകൊണ്ടിരിക്കും, നമ്മുടെ മൈൻഡ് വേറെ എവിടെയെങ്കിലും ഇരിക്കും. ഒരു കണക്കിന് ഇത് നല്ലതാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിൽ കിടക്കുന്നതെല്ലാം ഇങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ അത് പുറത്തു പോകും. എന്നാൽ ചില സമയം ഈ ചിന്തകളെല്ലാം വന്ന് നമ്മളിങ്ങനെ ഭരിക്കാൻ തുടങ്ങും. നമുക്ക് എന്തെങ്കിലും ചെയ്ത് അതിൽ നിന്നൊന്ന് പുറത്ത് വന്ന് ഒന്ന് ശാന്തമായിട്ട് ഇരുന്നാൽ മതി എന്ന് തോന്നും. ഇങ്ങനെ സംഭവിക്കുമ്പോൾ ഇപ്പോൾ എല്ലാവരും ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ഒരു മൊബൈൽ എടുത്ത് നമ്മൾ അതിലേക്ക് പോകും. നമ്മുടെ മൈൻഡിനെ ഡൈവേർട്ട് ചെയ്യാൻ ഒരു കണക്കിന് അത് നല്ലതാണ്. പക്ഷേ പിന്നെ എന്താവും എന്ന് വെച്ചാൽ നമ്മളത് ഒരു അഡിക്ഷനായിട്ട് നമുക്ക് മാറും. പിന്നെ അതിൽ നിന്ന് തന്നെ നമുക്ക് പുറത്ത് വരാൻ പറ്റാതെ ആവും. അത് മാത്രമല്ല, രാത്രിയിലൊക്കെ നമുക്ക് ഇങ്ങനെ കുറച്ച് ടെൻഷനൊക്കെ ആകുമ്പോൾ നമ്മളിങ്ങനെ മൊബൈലിൽ നോക്കി അങ്ങ് പോയിട്ടേ ഇരിക്കുമ്പോൾ നമ്മുടെ ഉറക്കം മൊത്തത്തിൽ നമുക്ക് നഷ്ടമാവുകയും പിന്നെ അതില്ലാതെ നമുക്ക് പറ്റാണ്ടാവുകയും ചെയ്യും. സോ അങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ് ഈ ഫോട്ടോ മാനിഫെസ്റ്റേഷൻ ടെക്നിക്. നിങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്നറിയില്ല, ഞാൻ ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇങ്ങനെ നമ്മുടെ ടെൻഷനും അങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ നമ്മുടെ മൊബൈൽ ഉണ്ടല്ലോ, അതിൽ നമ്മൾ പഴയ കുറേ ഫോട്ടോസ്, നമ്മൾ നേരത്തേക്ക് എടുത്ത് വെച്ച കുറേ ഫോട്ടോസ് ഉണ്ടാവും. ആ ഫോട്ടോസൊക്കെ നമ്മളിങ്ങനെ വീണ്ടും ഇങ്ങനെ എടുത്ത് നോക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മൈൻഡ് ആ സമയത്തേക്ക് മാറും. പെട്ടെന്ന് നമ്മുടെ മൈൻഡ് അങ്ങ് മാറും, ആ സിറ്റുവേഷൻസിലേക്ക് പോകും. ഇത് അന്ന് എടുത്തതാണ്, അവരെ മീറ്റ് ചെയ്തപ്പോഴാണ്, ഇങ്ങനെയൊക്കെ നമ്മുടെ മൈൻഡും നമ്മുടെ മുഖത്തുള്ള എക്സ്പ്രഷനും ഒക്കെ മാറും. പിന്നെ നമ്മുടെ അടുത്ത് ഏതെങ്കിലും ഫ്രണ്ട്സൊക്കെ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഫോട്ടോയൊക്കെ കാണിച്ച് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ തുടങ്ങും. ഇത് അങ്ങനെ, ഇവരാണ്, അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡ് അവിടെ മാറാൻ തുടങ്ങും. ശരിക്കും പറഞ്ഞാൽ അവിടെ ഒരു മാനിഫെസ്റ്റേഷനാണ് നടക്കുന്നത്. കാരണം നമ്മൾ ആ ഹാപ്പി ആയിട്ടുള്ള ആ ഫോട്ടോസും ആ സിറ്റുവേഷൻസും ഒക്കെ പറയുമ്പോൾ, വളരെ ഹാപ്പി ആയിട്ട് നമ്മളത് പറയുമ്പോൾ വീണ്ടും അങ്ങനെയുള്ള ഹാപ്പി ആയിട്ടുള്ള സാഹചര്യത്തെ നമ്മൾ അട്രാക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. വീണ്ടും അങ്ങനത്തെ സാഹചര്യങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് വരാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് ഈ മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഇത് ഒരു ടെക്നിക്കായിട്ടും നിങ്ങൾക്ക് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഇതുപോലെയുള്ള ടെൻഷനിലോ ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് ഒരു പ്രാക്ടീസ് ആയിട്ടും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ മൈൻഡും മാറും, നമ്മുടെ മാനിഫെസ്റ്റേഷൻ നടക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഫോട്ടോ എടുക്കുക. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു വ്യക്തിക്ക് വേണ്ടിയാണ് നിങ്ങൾ ചെയ്യുന്നത്. ആൾറെഡി ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾ സ്നേഹത്തിലിരുന്നിരിക്കുക. ഇപ്പോൾ എന്തെങ്കിലും കാരണം കൊണ്ട് നിങ്ങൾക്കുള്ളിൽ ഒരു ബ്രേക്കപ്പോ സെപ്പറേഷനോ ഒരു അകൽച്ചയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയെ മാനിഫെസ്റ്റ് ചെയ്യാൻ വേണ്ടി കൂടെ നമുക്ക് ഈ ടെക്നിക്ക് ചെയ്യാം. അപ്പോൾ അതിനെക്കുറിച്ച് ആദ്യം ഞാൻ പറയാം. അപ്പോൾ ആ വ്യക്തിയെക്കുറിച്ച് ആണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ആ വ്യക്തിയുടെ ഒരു ഫോട്ടോ നിങ്ങൾ എടുക്കുക. ആൾറെഡി നിങ്ങൾ ചേർന്നെടുത്തതോ അല്ലാതെ ഏതെങ്കിലും ഒരു ഫോട്ടോ എടുത്തിട്ട് ആ വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ ആൾറെഡി ആ വ്യക്തിയുമായിട്ട് കണക്റ്റായ സമയങ്ങളുണ്ടാവുമല്ലോ, നിങ്ങൾ അത്രയും സ്നേഹമായിട്ട് സംസാരിക്കുകയും ചിരിക്കുകയും ഒക്കെ ചെയ്ത ആ സന്ദർഭം ഉണ്ടാവുമല്ലോ, അതിനെക്കുറിച്ച് നിങ്ങൾ തിങ്ക് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും കൂടെ എടുത്ത ഫോട്ടോ ആണെങ്കിൽ നിങ്ങൾ രണ്ടുപേരും അത് ഏത് സിറ്റുവേഷൻസിലാണ് എടുത്തത്, എങ്ങനെയാണ് എടുത്തത്, അപ്പോഴെന്തൊക്കെ നിങ്ങൾ സംസാരിച്ചിട്ടുണ്ടോ, അപ്പോൾ നിങ്ങളുടെ റിയാക്ഷൻ എന്താണ്, അതിനെല്ലാം ഒന്ന് വിഷ്വലൈസ് ചെയ്യുക, അതിനെ ചിന്തിക്കുക. എന്നിട്ട് നിങ്ങളൊരു പേപ്പറോ അല്ലെങ്കിൽ ഒരു ബുക്കോ എടുത്ത് അതിനെ നിങ്ങൾ അങ്ങനെ എഴുതുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ അവിടെ ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി കൂടെ കൊടുക്കുകയാണ്. നമ്മുടെ മൈൻഡിലുള്ളതിനെ ഒരു ആക്ഷൻ ബേസിലൂടെ കൊണ്ടുവന്നു. സോ അങ്ങനെ എഴുതുമ്പോൾ നമുക്ക് കുറച്ച് പേർക്കൊക്കെ വിഷ്വലൈസ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ എഴുതുമ്പോഴാണ് അവർക്ക് കൂടുതലായിട്ടും അതിൽ ഫോക്കസ് ചെയ്ത് നല്ല രീതിയിൽ മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും. അങ്ങനെ എഴുതുമ്പോൾ തീർച്ചയായിട്ടും ആ കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് വീണ്ടും വരും. ആ വ്യക്തിയുമായിട്ട് ചെലവഴിച്ച അതേ സമയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വീണ്ടും വരാൻ തുടങ്ങും. അങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അത് നടന്ന കാര്യമാണ് നിങ്ങൾ അങ്ങനെ എഴുതുന്നത്. അപ്പോൾ അത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വൈബ്രേഷനാണ് നിങ്ങളുടെ ഈ പ്രപഞ്ചത്തിന് കൊടുക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആ വ്യക്തിയിൽ ആ ഒരു വൈബ്രേഷൻ പോവുകയും അവർക്ക് നിങ്ങളുടെ ഓർമ്മ വരികയും അവർ നിങ്ങളെ കോൾ ചെയ്യുകയോ അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യുകയൊക്കെ ചെയ്യും. അല്ലെങ്കിൽ നിങ്ങളെ മീറ്റ് ചെയ്യാൻ തന്നെ വരും. അതും അല്ലെങ്കിൽ ആ വ്യക്തിയോട് വന്ന് മറ്റേതെങ്കിലും വ്യക്തികൾ നിങ്ങളെക്കുറിച്ച് ചോദിക്കുക, എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ഈ പ്രപഞ്ചം ഉണ്ടാക്കും.
അപ്പോൾ ആരുമായിട്ടെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും ചെയ്യാം. അല്ലെങ്കിൽ പഴയ വ്യക്തികളെ, നിങ്ങൾ നേരത്തെ അത്രയും ഹാപ്പി ആയിട്ടിരുന്ന വ്യക്തികളെ ഇപ്പം നിങ്ങൾ മിസ് ചെയ്യുന്നെങ്കിൽ അപ്പോൾ ആ ഫോട്ടോ എടുത്ത് വെച്ച് നിങ്ങൾ ഇങ്ങനെ അങ്ങനെ ചിന്തിക്കുകയും വിഷ്വലൈസ് ചെയ്യുകയും ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ആ സിറ്റുവേഷൻ വീണ്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരികയും അവരെ നിങ്ങൾ മീറ്റ് ചെയ്യുകയും ചെയ്യും. നിങ്ങൾ വർക്ക് ചെയ്യുന്നിടത്ത് നിങ്ങളുടെ അവിടെയുള്ള ജോലിക്കാരുമായിട്ടോ എന്തെങ്കിലും അല്ലെങ്കിൽ ബോസുമായിട്ടോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഓൾറെഡി നിങ്ങൾ അവരുമായിട്ട് ചേർന്നെടുത്ത ഫോട്ടോ എന്തെങ്കിലും നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതെടുത്ത് വെച്ച് അത് നിങ്ങൾക്ക് ആ സിറ്റുവേഷൻസിനെ ഇങ്ങനെ വിഷ്വലൈസ് ചെയ്ത് എന്നിട്ട് അതിനൊരു സ്ക്രിപ്റ്റിംഗ് പോലെ ഒരു പേപ്പറിൽ എടുത്ത് വെച്ച് എഴുതുക. അത്രയും ഹാപ്പി ആയിട്ട് ചിലവഴിച്ച നിമിഷങ്ങളും അവരുടെ ഫേസും നിങ്ങളുടെ ഫേസും എല്ലാം അങ്ങനെ അത്രയും ഒരു സ്ക്രിപ്റ്റിംഗ് പോലെ എഴുതുമ്പോൾ ആ പ്രശ്നങ്ങളെല്ലാം നിങ്ങൾക്ക് മാറിപ്പോവുകയും ചെയ്യും. ഇങ്ങനെ ചെയ്യാം. ഇത് ഏത് കാര്യത്തിന് വേണ്ടിയും ചെയ്യാം. മാരേജ്, വീട്, എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഒരു വീടാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ എങ്ങനെയുള്ള ഏത് ഡിസൈനിലുള്ള വീടാണോ വയ്ക്കാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെയുള്ള ഫോട്ടോസൊക്കെ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെയുള്ള ആപ്പിലൂടെയും നമുക്ക് ഗൂഗിളിലൊക്കെ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം നിങ്ങൾ അവിടെ പാല് കാച്ചുന്നതായും അന്ന് കുറേ നിങ്ങളുടെ ബന്ധുക്കളും നിങ്ങളുടെ ഫ്രണ്ട്സും ഒക്കെ വരുന്നതായും അവരോടൊപ്പം നിങ്ങൾ ചെലവഴിക്കുന്നതായും അത്രയും ഹാപ്പി ആയിട്ട് ഇരിക്കുന്നതായിട്ടൊക്കെ നിങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്യാം. എന്നിട്ട് അതിന് നിങ്ങൾ ഒരു പേപ്പർ എടുത്ത് വെച്ച് സ്ക്രിപ്റ്റിംഗ് പോലെ എഴുതുക. ഇനിയിപ്പോൾ ഒരു മാരേജിന് വേണ്ടിയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ആൾറെഡി മാരീഡൊക്കെ ആയവരുടെ ഫോട്ടോസൊക്കെ നമുക്ക് കിട്ടും ഡൗൺലോഡ്. എന്നിട്ട് അതിൽ നിങ്ങളിരുന്നാൽ എങ്ങനെ ഇരിക്കും അങ്ങനെയൊക്കെ നിങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്യുകയും ആ മാരേജ് നടക്കുന്നതായും അവിടെ ബന്ധുക്കളെല്ലാവരും വന്ന് നിങ്ങളെ പോയിട്ട് അനുഗ്രഹിക്കുകയും നിങ്ങൾ താലി കെട്ടുന്നതും നിങ്ങൾക്ക് ഗിഫ്റ്റ് തരുന്നതും എല്ലാം നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് വിഷ്വലൈസ് ചെയ്തിട്ട് നിങ്ങൾ അതിനെ ഒരു പേപ്പറിൽ എഴുതുക. പിന്നെ ഇങ്ങനെ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാം പ്രസന്റിൽ നടന്നുകൊണ്ടിരിക്കുന്നതായി പോസിറ്റീവ് വേർഡ്സ് മാത്രം ഉപയോഗിച്ച് എഴുതുക. ഇതുവരെ ഞാൻ പറഞ്ഞത് മാനിഫെസ്റ്റേഷൻ ടെക്നിക്കാണ്. ഇനി നിങ്ങൾ ഏതെങ്കിലും ടെൻഷനിലും സങ്കടത്തിലും ഒക്കെ ഇരിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ നിങ്ങൾ ഏതൊരു വ്യക്തിയെക്കുറിച്ചാണോ ഇത്രയും ടെൻഷൻ ആകുന്നത്, ഇപ്പോൾ ഒരു ബ്രേക്കപ്പ് അങ്ങനെയൊക്കെ ആണെങ്കിൽ അങ്ങനെയുള്ള ഫോട്ടോസൊക്കെ എടുത്ത് നിങ്ങൾക്ക് അപ്പോൾ ആ സമയത്ത് നമുക്ക് പെട്ടെന്ന് പോയി മാനിഫെസ്റ്റേഷൻ ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾ അത്രയും ടെൻഷനിലാണ്. സോ ആ ഫോട്ടോ എടുത്ത് വെച്ച് നോക്കുമ്പോഴേ അത്രയും ആ ഹാപ്പി ആയിട്ട് സ്പെൻഡ് ചെയ്ത ആ സമയമെല്ലാം നമുക്ക് ഓർമ്മ വരാൻ തുടങ്ങും. അങ്ങനെ ഓർമ്മ വരികയും അതിനെക്കുറിച്ച് ചിന്തിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ മൈൻഡ് പെട്ടെന്ന് മാറുമ്പോൾ ആ ഒരു ഹാപ്പി മൈൻഡും ആ ഒരു ഹാപ്പി അങ്ങനെ അത്രയും ഹാപ്പി ആയിട്ടുള്ള സിറ്റുവേഷൻസിനെ വീണ്ടും നമ്മൾ ഓർക്കുമ്പോൾ അത് വീണ്ടും നിങ്ങളുടെ ലൈഫിൽ വരും. ഇതെല്ലാം ചെയ്തിട്ട് നിങ്ങൾ മസ്റ്റായിട്ട് ലെറ്റ് ഗോ ചെയ്യുമ്പോൾ നടക്കും. എങ്ങനെ നടക്കും നിങ്ങൾ വറി ചെയ്യേണ്ട ആവശ്യമില്ല. അത് കറക്റ്റായിട്ട് തീർച്ചയായിട്ടും നടക്കും. അങ്ങനെ ഫോട്ടോ എടുത്ത് വെച്ച് തീർച്ചയായിട്ടും അത്രയും ഒരു ഹാപ്പി മൈൻഡോടെ മാത്രം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഒരു 48 മണിക്കൂറിൽ തന്നെ നിങ്ങൾക്ക് ആ വ്യക്തിയിൽ നിന്ന് ഒരു മെസ്സേജ് വരും. പിന്നെ എല്ലാവരും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഞാൻ ഇത് എഴുതി കഴിഞ്ഞു ഇനി ഈ പേപ്പറിനെ ഞാൻ എന്ത് ചെയ്യണം, ബുക്കിനെ എന്ത് ചെയ്യണം എന്നൊക്കെ. അത് വച്ചിരിക്കുന്നതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല. കാരണം ഇതിൽ പോസിറ്റീവ് കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ എഴുതി വെച്ചിരിക്കുന്നത്. സോ അത് നമ്മൾ എടുത്ത് നോക്കുമ്പോൾ എല്ലാം ഒരു പോസിറ്റീവ് വൈബ്രേഷൻ, ഒരു പോസിറ്റീവ് എനർജി അവിടെ ഫ്ലോ ആയിക്കൊണ്ടേയിരിക്കും. ആരെങ്കിലും കണ്ടാൽ പ്രശ്നമാണെന്നുള്ളവർക്ക് അതിന് അടുത്ത ദിവസം നിങ്ങൾക്ക് എടുത്ത് കുനുകുന കീറിക്കളയാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് കത്തിച്ച് കളയാം. അപ്പോൾ നമ്മൾ ഇതിൽ കൊടുത്ത വൈബ്രേഷനാണ് പ്രധാനം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, കമൻറ്റ്. എല്ലാവർക്കും സന്തോഷവും സമാധാനവും സമൃദ്ധിയും ഉണ്ടാകട്ടെ. Thanks for watching.